ഹലോ, ഇത് നമ്മുടെ ചെറിയനാട് ക്ഷേത്രമാണ് കേട്ടോ. സുബ്രഹ്മണ്യ ക്ഷേത്രമാണ്. അപ്പോൾ നമ്മുടെ അമ്മയ്ക്കൊരാഗ്രഹം ഈ ചെറിയനാട് ക്ഷേത്രത്തിൽ വരാനായിട്ട്. ഞാനും ഇതുവരെ വന്നിട്ടൊന്നുമില്ല. അപ്പോൾ ഞാനും അമ്മയും കുഞ്ഞുമണിയും കൂടെ, അമ്മയുടെ ആഗ്രഹമല്ലേ ഇന്നലെ വരാനാണ് കേട്ടോ ഉദ്ദേശിച്ചത്. പക്ഷേ ഇന്നലെ നടന്നില്ല. അത് കാരണം ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ പുറപ്പെട്ടു. അപ്പോൾ ഞങ്ങളിന്ന് അമ്പലത്തിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങൾ കല്ലുട്ടീൻ്റെ പേരിൽ നാരങ്ങാമാല വാങ്ങി, പിന്നെ ഒരു എണ്ണ വാങ്ങി. അപ്പം നമ്മൾക്ക് എങ്ങനെ എവിടെ ദർശനമൊന്നും അറിയില്ല, തൊഴുന്നൊന്നും അറിയില്ല. അപ്പം നമ്മൾ പുറത്ത് ചോദിച്ചു. അപ്പം നമുക്ക് പറഞ്ഞു തന്നു നേരിട്ടും കയറിയാൽ മതി. പിന്നെ അകത്ത് കയറുമ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് വലം വെക്കുന്ന കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ. അങ്ങനെ ഞങ്ങൾ വല്ലമൊക്കെ വെച്ച് തൊഴുത് പ്രസാദമൊക്കെ വാങ്ങിയിട്ടോ. ഞങ്ങൾ കല്ലൂട്ടീൻ്റെ പേരിൽ പഞ്ചാമൃതം നേർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളതും രസീത് എഴുതി പഞ്ചാമൃതമൊക്കെ വാങ്ങിയിട്ടോ കല്ലൂട്ടീൻ്റെ പേരിൽ. അങ്ങനെ പഞ്ചാമൃതമൊക്കെ വാങ്ങി. പക്ഷേ കല്ലൂട്ടി ഉറക്കമായിരുന്നു കേട്ടോ. അവൾ വന്ന് വരുന്ന വഴിക്ക് തന്നെ ഉറങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ആലോചിച്ചിട്ടൊന്നുമില്ല. പിന്നെ എനിക്ക് ചരട് പൂജിച്ചു. അങ്ങനെ ഞങ്ങളിവിടെ വലിയൊരു ക്ഷേത്രമാണ് കേട്ടോ. ഞങ്ങളിവിടുത്തെ ആൽത്തറയിൽ ഇങ്ങനെ വന്നിരുന്നു. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ ഇവിടെ. അങ്ങനെ കുറേ നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ഈ അമ്പലത്തിന് ചുറ്റുമൊന്നും അങ്ങനെ വലം വെച്ചില്ല കേട്ടോ. കാരണം വെയിൽ ആയിരുന്നു, ചൂട്. അപ്പോഴത്തേന് കല്ലൂട്ടി ഉണർന്നിട്ടുണ്ടായിരുന്നു. അവൾ വഴക്ക് ഉണ്ടാക്കുന്ന കാരണം ഞങ്ങളങ്ങനെ അമ്പലത്തിന് പുറത്തൊന്നും വലം വെച്ചിട്ടില്ലായിരുന്നില്ല. പിന്നെ ഞാൻ സാരിയൊക്കെ എടുത്തിട്ടുണ്ടെന്നില്ല, ചെറുതായിട്ടൊരു ഷോയൊക്കെ. അങ്ങനെ കല്ലൂട്ടീനെയും കൊണ്ട് ഞങ്ങളെന്നാൽ പിന്നെ പോകാമെന്ന് വിചാരിച്ചു. ഇപ്പം 9:30 ആയിട്ടുണ്ട്. നമ്മൾ 8 മണിക്കാണ് കേട്ടോ വീട്ടിൽ നിന്ന് പോകുന്നത്. രാവിലെ ഇറങ്ങണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോഴാണ് അനിയത്തി വേറൊരു അമ്പലത്തിൽ പോയിക്കുക. എന്നിട്ട് അവൾ അത് കാരണമാണ് ഞങ്ങളിവിടെ വരാൻ ലേറ്റായത്. ഞങ്ങളിവിടെ വന്നപ്പോഴത്തേനൊരു 8:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 9 മണി കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഇനി പോകാമെന്ന് വിചാരിച്ചു. ഇറങ്ങി തൊഴുതു. നല്ലൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു ഈ അമ്പലത്തിൽ. അങ്ങനെ അമ്മയുടെ ആഗ്രഹമൊക്കെ സാധിച്ചു. ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് കേട്ടോ. അപ്പോൾ ബൈ.